ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാനുള്ള സമയമില്ല. എന്തെങ്കിലും തീരുമാനത്തെ പെട്ടെന്ന് എടുക്കണത്. എടാ അവള് നീ വിളിച്ച വല്ല നിനക്ക് ഉറപ്പുണ്ടോ? നീ വിഷമിക്കാറിയണം, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സിസ്റ്റം മാറാനൊന്നും പോകുന്നില്ല. സിസ്റ്റത്തിന്റെ കാര്യം അവിടെ കേട്ടെ. നീ സ്ട്രോങ് ആണെങ്കിൽ അവളെ നമ്മൾ പോകും. അവള് ഇത് ഹാജിയാരുടെ മോളാണ് നമ്മൾ തൂക്കിയിരിക്കുവാണ്. അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് കണ്ടാൽ വീടെ കഴിവരുണ്ടായിരുന്നോ? അടക്കിറക്കാൻ വേണ്ടിട്ട് അടക്ക കുറച്ചോ നീ? ഇവിടെ വല്ല സംഭവം നടക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു അടക്ക പറിക്കല്. എന്താ പ്രശ്നം? കയറി നോക്ക്. ഇതാണ് നിന്റെ പ്രശ്നം. ജോലിയും കൂലിയൊന്നും ഇല്ലാതെയാണോടാ അഭിപ്രായത്തിൽ ആർക്കാ ജോലിയും കൂലി? ഞാനൊക്കെ അണ്ടി വിട്ട് നടന്ന അഭിപ്രായത്തിൽ. നീ പറ, എന്തുണ്ട് വിഷമം? അപ്പാപ്പ ഇവനൊരു പെണ്ണിനെ ഇഷ്ടം, അവർക്ക് പിന്നെ ഇഷ്ടം. നിങ്ങൾ നടത്തി കൊടുക്കും ഇവരുടെ കല്യാണം. പിന്നെന്താ നടത്തി? നമ്മൾ എത്ര പേരുടെ കല്യാണം നടത്തി കൊടുത്തേക്കുന്നത്? ഇതാണ് വലിയ കാര്യം. പറയടാ, ഇതാണ് നീ വിഷമിച്ചിരിക്കുന്നതാടാ. നിങ്ങൾ എന്താ അറിഞ്ഞിട്ടാ അപ്പൂപ്പ വീട്ടിലെല്ലാം കാണാൻ പോയി? പിന്നെ നീ എന്നാ പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. നീ പറയാൻ അങ്ങനെ അറിയുന്നത് ഗോപന്റെ നീ പറയടാ. ഇത് രുക്മിണി മാവുന്നുള്ള പ്രശ്നമല്ല, ആഴ്ചയും വിനോദമുള്ള പ്രശ്നമാണ്. പോകാൻ പറയുന്ന പോലെ ഒന്നുമില്ല, ഇത് രണ്ട് ജാതി മതമൊക്കെ. കഴിവറ മക്കളെ അവിടെ ജാതി വേണം. നിന്റെ അപ്പൂപ്പനുണ്ടല്ലോ, നിന്റെ അപ്പൂപ്പൻ രഘു ഞാനും ഒരു അപ്പൂസി ഇന്ന് തിന്ന് ഒരു കടക്കായിരുന്ന് തൂറി മക്കളാ. നിന്റെ കല്യാണം ഞാൻ നടത്തി തരും. രഘു ചട്ടതിന് ശേഷം നിന്റെ അപ്പൂപ്പന്റെ സ്ഥാനത്ത് ഞാൻ നടത്തുന്നത്. ഞാൻ സുധീറിന്റെ നമ്പർ ടാക്സി വിളിക്കാം. ഇങ്ങോട്ട് നമുക്ക് വരാം. അപ്പൂപ്പ നിങ്ങൾ ഓപ്പൺ മൈൻഡ് ആയിരുന്നോ? പിന്നല്ല, നിനക്ക് വല്ല പ്രേമുണ്ടോ? അതിനാണ് തരാടാ. എനിക്ക് പ്രേമൊന്നുമില്ല, നമ്മുടെ രുക്കിന്റെ കാര്യം പറയാനായിരുന്നു. നമ്മുടെ രുക്കിന് ഒരു ചെറുക്കനായിട്ട് ഇഷ്ടത്തില്ല. നമ്മുടെ കൂട്ടുകാരനോട് ഏകദേശം ഇതുപോലെ ഇരിക്കും. കുടുംബത്തിന്റെ മണം നിനക്കട്ടെ. കുടുംബം ഞാൻ ചാവണം. നിനക്ക് വേറെ ജാതിയുടെ പെണ്ണെ പെണ്ണെങ്കിൽ ഓന്റെ അടിയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. സുധീറിനെ ഞാൻ വെച്ചിട്ടുണ്ട്.